കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാः പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 2-ാം സർഗം 10-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ടാണ് നിർത്തിയത്. അതിലെന്താ പറഞ്ഞു വെച്ചാൽ, മേഘത്തിൻ്റെ മധ്യത്തിൽ ഒരു മിന്നൽ എന്ന പോലെ ഏതൊരുവൻ്റെ വാമാങ്കത്തിൽ സീതയിരിക്കുന്നുവോ ആ അയോധ്യാപതിയായ രഘുനാഥൻ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയതല്ലേ. ഇനി നമുക്ക് 11 ചെല്ലാം. ഇതി രാമം ചിരം ധ്യാത്വാ ദൃഷ്ട്വാ ച പുരതസ്ഥിതം പ്രജ്വാല്യ സഹസാ വന്യം ദഗ്ധ്വാ പഞ്ചാത്മകം ബഭു. അങ്ങനെ രാമനെ മനസ്സിൽ ധരിച്ചിട്ട് ഇപ്പോൾ ചിതയിൽ ചാടാൻ പോവുക, അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇനി 12 കൂടി ഒന്നിച്ചാണ്. ദിവ്യദേഹധര സാക്ഷാദ്യയ ലോകപതേ പദം തതോ മുനിഗണ സർവേ ദണ്ഡകാരണ്യവാസിന ആജഗ്മൂരാഘവം ദ്രഷ്ടും ശരഭംഗനിവേശനം. കേട്ടോളൂ, എന്താ അറിയോ? ഇതി പുരതഃ സ്ഥിതം രാമൻ ദൃഷ്ട്വ ചിരം ധ്യാത്വ. ഇങ്ങനെ തൻ്റെ മുമ്പിൽ തനിക്ക് ദർശനം തന്നുകൊണ്ടിരിക്കുന്ന രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് സഹസാ വന്യം പ്രജ്വാല്യ, വേഗം തീയ് കൂട്ടിയിട്ട് ജ്വലിപ്പിച്ച്, അഗ്നി ജ്വലിപ്പിച്ചിട്ട് പഞ്ചാത്മകം വപുഹു ദഗ്ധ്വ, പഞ്ചഭൂതം കൊണ്ട് നിർമ്മിതമായ ശരീരത്തെ അതിൽ ദഹിപ്പിച്ചിട്ട്, ദഗ്ധ്വ എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ചിട്ട്, ലോകപതേഹേ പദം, ബ്രഹ്മലോകത്തെ, അതായത് മോക്ഷം തന്നെ യയൗ യാനം ചെയ്തു, ബ്രഹ്മപദം പ്രാപിച്ചു. തതഃ ദണ്ഡകാരണ്യവാസിനഃ മുനിഗണാഃ, അതിനുശേഷം ദണ്ഡകാരണ്യത്തിൽ വസിച്ചിരുന്ന മുനികൾ രാഘവം ദ്രഷ്ടും, രാഘവനെ ദർശിപ്പാനായിക്കൊണ്ട് ശരഭംഗ നിവേശനം ആജഗ്മു, ശരഭംഗ നിവേശനത്തെ പ്രാപിച്ചു. അതായത് ഇങ്ങനെ മുമ്പിലിരിക്കുന്ന രാമനെ കണ്ട് അതേ വിധത്തിൽ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തൻ്റെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെ ആ അഗ്നിയിൽ ദഹിപ്പിച്ചിട്ട് ആ ശരിക്കന്നെ ആ ആത്മാവ് ഇങ്ങനെ പോണത് കണ്ടു ബ്രഹ്മലോകത്തിലേക്ക്. അതായത് ബ്രഹ്മം തന്നെയായി തീരുന്നത് കണ്ടു എന്ന് പറയാം. ആ ആത്മാവ് അങ്ങനെ ബ്രഹ്മത്തിൽ ലയിച്ചു. എന്നിട്ട് ദണ്ഡകാരണത്തിൽ വസിക്കുന്ന മുനിസമൂഹങ്ങളെ ശ്രീരാമനെ കാണാൻ ശരഭംഗ ആശ്രമത്തിൽ വന്നു. എല്ലാവർക്കും സന്തോഷമായി. കാരണം വിരാധൻ മരിച്ചുല്ലോ. വിരാധനെ കൊണ്ട് അവിടെയുള്ള മുനിമാരൊക്കെ ബുദ്ധിമുട്ടിയിട്ട് കാട് വിട്ടു പോയിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ സമാധാനമായിട്ട് ആ കാട്ടിൽ തപസ് ചെയ്യാലോ. അവിടെയുള്ള എല്ലാ മുനിസമൂഹങ്ങളും ഒളിച്ചും പാത്തും ഇരിക്കുകയായിരുന്നേ. അവരൊക്കെ വേഗം ശ്രീരാമനെ കാണാനായിട്ട് ശരഭംഗമുനിയുടെ ആശ്രമത്തിലേക്ക് വന്നു. ദൃഷ്ട്വാ മുനി സമൂഹം തം ജാനകീൻ, അത് മാറ്റി വായിച്ചിട്ട് വേണം. ഇതി രാമം ചിരം ധ്യാത്വാ ദൃഷ്ട്വാ ച പുരതസ്ഥിതം പ്രജ്വാല്യ സഹസാ വന്യം ദഗ്ധ്വാ പഞ്ചാത്മകം വപുഹു ദിവ്യദേഹധര സാക്ഷാദ്യയൗ ലോകപതേഹേ പദം. അങ്ങനെ ആ ദിവ്യദേഹത്തോടു കൂടി ബ്രഹ്മത്തിൽ ലയിച്ചു. തതോ മുനിഗണ സർവേ ദണ്ഡകാരണ്യവാസിന ആജഗ്മൂരാഘവം ദ്രഷ്ടും ശരഭംഗ നിവേശനം. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത് എന്താ വെച്ചാൽ, ഈ ശ്രീകൃഷ്ണൻ ശിശുപാലനെ കൊന്നപ്പോൾ അവിടെ അവർക്കെല്ലാവർക്കും കാണാൻ സാധിച്ചു ശിശുപാലൻ്റെ ആത്മാവ് ശ്രീകൃഷ്ണനിൽ വന്ന് ലയിക്കണതേ. അപ്പോഴാണല്ലോ യുധിഷ്ഠിരൻ ചോദിക്കുക, ഇത്ര ദുഷ്ടനായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടിയതെന്ന് ചോദിക്കൂലോ. അപ്പോഴാണ് നമ്മൾ ജയവിജയന്മാരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണത്. സുഖബ്രഹ്മർഷി യുധിഷ്ഠിരനുള്ളൊരു മറുപടി ആയിട്ടാണല്ലോ. കാരണം അത്ര ദുഷ്ടനായിട്ടുള്ള അതാണ് ഓർമ്മ വന്നത്. ഈ ദേഹം അങ്ങനെ ഭഗവാനിൽ ലയിച്ചു, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിച്ചു. അതായത് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഒന്നിച്ച് ത്യജിക്കാൻ സാധിച്ചു. കാരണം കർമ്മബന്ധനമൊന്നും ഇല്ലേണ്ടേ. 13 ദൃഷ്ട്വാ മുനി സമൂഹം തം ജാനകീ രാമലക്ഷ്മണ പ്രണേമു സഹസാ ഭൂമൗ മായാ മാനുഷരൂപിണ
തം മുനി സമൂഹം ദൃഷ്ടുവ, ആ മുനി സമൂഹത്തെ മുഴുവൻ കണ്ടിട്ട് മായാമാനുഷരൂപിണ ജാനകി രാമലക്ഷ്മണാഹ, മായ കൊണ്ട് ശ്രീരാമരൂപം ധരിച്ചിരിക്കുന്ന ആ ഭഗവാനും സീതയും ലക്ഷ്മണനും സഹസാ ഭൂമോ പ്രണയമോ, ഉടനെ ഭൂമിയിൽ പ്രണമിച്ചു. വലിയ വലിയ മഹർഷിമാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള മഹർഷിമാരെയൊക്കെ കണ്ട ഉടനെ മായോണ്ട് മനുഷ്യരൂപത്തെ അംഗീകരിച്ചവരായ സീതയും രാമനും ലക്ഷ്മണനും എല്ലാവരും മായോണ്ട് രൂപം ധരിച്ചതാണ്. കാരണം ഭഗവാൻ പരമാത്മ ചൈതന്യം തന്നെയാണ്, സീത മായയാണ് അല്ലേ, ലക്ഷ്മണൻ അനന്തനാണ്, അനന്തൻ പാമ്പാണല്ലോ. അപ്പം എല്ലാവരും മായ കൊണ്ട് സ്വീകരിച്ച ദേഹം തന്നെയാണ്. മായ കൊണ്ട് സ്വീകരിച്ച ദേഹത്തോടു കൂടി അവർ മൂന്നാളും മുനിമാരെ നമസ്കരിച്ചു. ദൃഷ്ട്വാ മുനി സമൂഹം തം ജാനകി രാമലക്ഷ്മണാഹ പ്രണേമു സഹസാ ഭൂമൗ മായാമാനുഷരൂപിണ ആശീഭിരഭിനന്ദ്യാഥ രാമം സർവഹൃദി സ്ഥിതം ഊജു പ്രാഞ്ജലയ സർവേ ധനുർബാണധരം ഹരിം. അഥ സർവഹൃദയസ്ഥിതം രാമം ആശീർഭി അഭിനന്ദ്യ. അതിനുശേഷം എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരിക്കുന്ന രാമനെ ആശീർവദിച്ചുകൊണ്ട് സർവമുനിമാരും ധനുർബാണധരം ഹരിം, ആ വില്ലും അമ്പും ധരിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഹരിയോട് പ്രാഞ്ജലയാഹൂജു, അതായത് കൈകൂപ്പി പറഞ്ഞു മുനിമാരെ. അതായത് സർവഭൂതങ്ങളുടെയും ഹൃദയാന്തർഭാഗത്തിൽ വസിക്കുന്നവനും പരമാത്മാവ് തന്നെ ആയ ആ രാമനെ ആശീർവദിച്ചതിന് ശേഷം എല്ലാ മുനിമാരും കൈകൂപ്പിക്കൊണ്ട് അവരുടെ മുമ്പിൽ വില്ലും അമ്പും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആ രാമനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലെങ്കിൽ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. ആശീഭിരഭിനന്ദ്യാഥ രാമം സർവഹൃദി സ്ഥിതം ഊജു പ്രാഞ്ജലയ സർവേ ധനുർബാണധരം ഹരിം. ഇനി 15-16 ഭൂമേർഭാരാവതാരായ ജാതോസി ബ്രഹ്മണാർത്ഥിത ജാനീമസ്ത്വാം ഹരിം ലക്ഷ്മീം ജാനകിം ലക്ഷ്മണം തഥാ ശേഷാംശം ശംഖചക്രേ ദ്വേ ഭരതം സാനുജം തഥാ അതശ്ചാദൗ ഋഷീണാം ത്വം ദുഃഖം മോക്തുമിഹാർഹസി. ഭൂമേഹേ ഭാരാവതാരായ, ഭൂമിയുടെ ഭാരം, അവതാരം ചപ്പട അവതരിക്കുക പറഞ്ഞാൽ ഇറങ്ങുക എന്നാണല്ലോ. അപ്പോൾ ഭൂമേഹേ ഭാരാവതാരായ പറഞ്ഞാൽ ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിക്കൊണ്ട് ബ്രഹ്മണ അർത്ഥിത ജാതഃ അസി, ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടാണ് നീയെ ഇപ്പം മനുഷ്യരൂപെടുത്തിരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അവർക്കൊക്കെ ദിവ്യദൃഷ്ടി ഉണ്ടല്ലോ. ത്വാം ഹരിം, അങ്ങയെ വിഷ്ണുവായിട്ടും ജാനകിയും ലക്ഷ്മിയും, ജാനകിയെ ലക്ഷ്മിയായിട്ടും ലക്ഷ്മണനെ തഥാ ലക്ഷ്മണം ശേഷാംശം, അതായത് അനന്തൻ്റെ അവതാരമായിട്ടും സാനുജം ഭരതം ദേവ, ഭരതനെ ശംഖിൻ്റെ അവതാരമായിട്ടും ഞങ്ങൾ ജാനീയ, ഞങ്ങൾ അറിയുന്നു. അതായത് ഭരതനെ ശംഖും ശംഖായിട്ടും ശത്രുഘ്നൻ ചക്രവുമാണെന്നാണ് സങ്കല്പം. അതായത് ഭഗവാൻ ഹരി തന്നെ, അതായത് മഹാവിഷ്ണു തന്നെ അവതരിച്ചത്, അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം തന്നെ ശത്രുഘ്നടുത്ത് അവതരിച്ചത്. സീത ലക്ഷ്മി ദേവി, അല്ലെങ്കിൽ മായയാണപ്പോൾ, പക്ഷേ ലക്ഷ്മി ദേവിയാണ് അവതരിച്ചിരിക്കുന്നത് മായയായിട്ട്, സീതയായിട്ട്. പിന്നെ അനന്തൻ പാമ്പാണ് ലക്ഷ്മണനായിട്ട്. ശംഖാണ് ആര്? ഭരതനായിട്ട്. ശത്രുഘ്നനാണ് ചക്രം. അങ്ങനെയാണ് സങ്കല്പം. അതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്ന് പറയാണ്. ജാനീമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാതെ, അതായത് ദിവ്യദൃഷ്ടി കൊണ്ടേ. അതഹ ആദൗത്തം, അതുകൊണ്ട് ആദിയിൽ അങ്ങ് ഋഷീണാം ദുഃഖം മോക്തും അർഹസി, ഞങ്ങളുടെ ദുഃഖത്തെ മോചിപ്പിക്കുവാൻ അർഹനാകുന്നു. അങ്ങാണ് ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും തീർക്കുന്ന ആളാണ്. അപ്പം എന്താ പറയണേ, അങ്ങ് ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ചിട്ട് അവതരിച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് വിഷ്ണുവും സീത ലക്ഷ്മി ദേവിയും ലക്ഷ്മണൻ അനന്തൻ പാമ്പും
ഭരതശത്രുഘ്നന്മാരെ ശംഖും ചക്രങ്ങളാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമായിട്ട് ഋഷികളുടെ ദുഃഖം തീർക്കാൻ അങ്ങ് അർഹനാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദുഃഖങ്ങൾ തീർക്കണമെന്ന്. ഭൂമേർഭാരാവതാരായ ജാതോസി ബ്രഹ്മണാർത്ഥിതാ ജാനീമസ്ത്വം ഹരിം ലക്ഷ്മീം ജാനകിം ലക്ഷ്മണം തഥാ ശേഷാംശം ശംഖചക്രേ ദ്വേ ഭരതം സാനുജം തഥാ അതശ്ചാദൗ ഋഷീണാം ത്വം ദുഃഖം മോക്തുമിഹാർഹസി. ഞങ്ങളെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങ് അർഹിക്കുന്നു. മീൻസ് അങ്ങ് മോചിപ്പിക്കണേ ദുഃഖത്തിൽ നിന്നാണ് അർത്ഥം. 17 ആഗച്ഛയാമോ മുനിസേവിതാനി വനാനി സർവാണി രഘുത്തമക്രമാൽ ദ്രഷ്ടും സുമിത്രാസുതജാനകീഭ്യം തഥാ ദയാസ്മാസു ദൃഢ ഭവിഷ്യതി. രഘുത്തമ, ഹേ രഘുത്തമ, ആഗച്ഛ, വരൂ. മുനിസേവിതാനി സർവാണി വനാനി, മുനിമാരാൽ സേവിക്കപ്പെടുന്ന ഈ സർവ വനങ്ങളെയും സുമിത്രാസുത ജാനകീഭ്യം ദ്രഷ്ടും, സുമിത്രയുടെ മകനും ആയിട്ടുള്ള ലക്ഷ്മണനോടും ജാനകിയോടും കൂടെ കാണാനായിക്കൊണ്ട് യാമ, നമുക്ക് പോവുക, ഞങ്ങൾ ഈ കാട് മുഴുവൻ കാണിച്ചു തരാമെന്ന് പറയാ. തഥാ അസ്മാസു സുദൃഢ ദയാ ഭവിഷ്യതി. അപ്പം ഞങ്ങളോട് അങ്ങക്ക് നല്ല ദയ ഉണ്ടാവും. എന്താ പറയണറിയോ ഈ മുനിമാരെ? ഹേ രാമ, വരൂ. ഈ മുനിമാർ വസിക്കുന്ന എല്ലാ വനങ്ങളിലും നിങ്ങളെ 3 ആളെയും കൂടി കൊണ്ട് കാണിക്കാം. സീതയോടും ലക്ഷ്മണനോടും കൂടി വരൂ ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഈ വനങ്ങളൊക്കെ ഓരോ വനങ്ങളായിട്ട് കാണിച്ചു തരാം. ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങക്ക് ഞങ്ങളോട് ദയയില്ലാതിരിക്കില്ല എന്ന് പറഞ്ഞു. ആഗച്ഛയാമോ മുനിസേവിതാനി വനാനി സർവാണി രഘൂത്തമ ക്രമമായിട്ട് ഞങ്ങൾ ഓരോ വനം കാണിച്ചു തരാം. ദ്രഷ്ടും 3 ആൾക്കും സുമിത്രാസുത ജാനകീഭ്യം, നിങ്ങളെ 3 ആളെ ഒപ്പം കാണിച്ചു തരാം. തഥാ ദയാസ്മാസു ദൃഢാ ഭവിഷ്യതി. അതൊക്കെ കണ്ടാൽ ഞങ്ങളോട് അങ്ങേക്ക് ദയയില്ലാതിരിക്കില്ല. 18 ഇതി വിജ്ഞാപിതോ രാമ കൃതാഞ്ജലി പുടൈർവിഭു ജഗാമ മുനിഭിः സാർത്ഥം ദ്രഷ്ടും മുനിവനാനി സഹ കൃതാഞ്ജലി പുഷ്ടൈഹി. അതായത് കൈകൂപ്പിയ അവരാൽ, അതായത് കൈകൂപ്പിയിട്ടാണ് അവർ പറയണതേ ഈ മുനിമാരെ, കൈകൂപ്പിയ അവരാൽ ഇതി വിജ്ഞാപിതം വിഭു സ രാമ, ഇപ്രകാരം പറയപ്പെട്ട സർവജ്ഞനായ വിഭുവായ ആ രാമൻ മുനിവനാനി ദ്രഷ്ടും, മുനി വനങ്ങളെ, അതായത് മുനിമാർ താമസിക്കാൻ ആ വനങ്ങളെ കാണുവാനായിക്കൊണ്ട് മുനിഭി സാർത്ഥം ജഗാമ, മുനിമാരോടുകൂടി പോയി. അവരുടെ ക്ഷണം സ്വീകരിച്ചു. അപ്പോൾ തലയിൽ കൈ വെച്ച് തൊഴുതുകൊണ്ടാണ് രാമനോട് ഇങ്ങനെ ഇപ്രകാരം അർത്ഥിച്ചതേ മുനിമാരെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പിന്നെ വിഭുവായിട്ടുള്ള രാമൻ അപ്പോൾ താപസന്മാർക്ക് ആശ്രയമായിട്ടുള്ള ആ വനങ്ങളെ മുഴുവൻ കാണാനായിക്കൊണ്ട് മുനിമാരോട് കൂടി ഗമിച്ചു. ഇതി വിജ്ഞാപിതോ രാമ കൃതാഞ്ജലി പുടൈർവിഭു ജഗാമ മുനിഭിः സാർത്ഥം ദ്രഷ്ടും മുനിവനാനി സഹ. ഈ 19 ദദർശ തത്ര പതിതാന്യനേകാനി ശിരാംസി സഹ അസ്ഥിഭൂതാനി സർവത്ര രാമോ വചനമബ്രവീത്. ഓരോ കാടായിട്ടിങ്ങനെ കാണിച്ച് നടന്നപ്പോൾ എന്താ, തത്ര സർവത്ര, അവിടെ എല്ലാ ദിക്കിലും പതിതാനി അസ്ഥിഭൂതാനി അനേകാനി ശിരാംസി, വീണ് കിടക്കണ അനവധി മൃതശരീരങ്ങളും അതിൻ്റെ എല്ലുകളും തലകളും അസ്ഥിഭൂതങ്ങളായിട്ടുള്ള അനേകം ശിരസ്സുകളെ സഹ രാമ ദദർശ, ആ രാമൻ ദർശിച്ചു. വചനം അബ്രവീത്, എന്നിട്ട് പറഞ്ഞു. ഒരു സാധാരണ കാഴ്ച എന്നല്ല ആ കാട്ടിൽ കണ്ടതേ. ആ സ്ഥലത്ത് നിറച്ച് ഓരോ കാട്ടുകൂടെ പോകുമ്പോൾ നിറച്ച് തലയോടുകൾ കണ്ട രാമൻ, നിറച്ച് തലയോടുകളാ കൊന്നിട്ടേ രാക്ഷസന്മാരെ. ആ തലയോടുകൾ കണ്ട് രാമൻ വിഷമായി. രാമൻ മുനിമാരോട് ഇപ്രകാരം പറഞ്ഞു. ദദർശ തത്ര പതിതാന്യനേക, അതുകൊണ്ടാണ് മുനിമാർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയത്. രാമൻ ദയുണ്ടാവാണ്ടിരിക്കില്ല എന്ന് ഉറപ്പാണിത് കണ്ടാലേ. ദദർശ തത്ര പതിതാന്യനേകാനി ശിരാംസി സഹ, അനേകം തലയോടുകൾ, അസ്ഥിഭൂതാനി സർവത്ര, അനവധി അസ്ഥിഭൂതങ്ങളായിട്ടുള്ള, അതായത് അസ്ഥി മാത്രം ബാക്കിയുള്ള, മറ്റതൊക്കെ മൃഗങ്ങൾ തിന്നൂലോ, പക്ഷികളൊക്കെ തിന്നില്ലേ മാംസം, അപ്പം അസ്ഥി മാത്രമല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് കണ്ടിട്ട്, ആ തലയോടുകളൊക്കെ കണ്ടിട്ട് സർവത്ര രാമോ വചനം അബ്രവീത്, അതൊക്കെ കണ്ടിട്ട് സർവത്ര ഉണ്ടാവാൻ
അത് കണ്ടിട്ട് രാമൻ പറഞ്ഞു 20 അസ്ഥിനി കേഷാമേതാനി കിമർത്ഥം പതിതാനി വൈ തമൂജുർമുനയോ രാമ ഹൃഷീണം മസ്തകാനിഹി ഏതാനി അസ്ഥിനി കേഷാം ഈ എല്ലുകളൊക്കെ ആരുടെയാണ് കിമർത്ഥം പതിതാനി ഇങ്ങനെ ഇത്രയധികം എല്ല് തലയോടുകളും ഇവിടെ ഉണ്ടാവാൻ എന്താ കാരണം മുനേഹത്തം ഊജു മുനികൾ അവനോട് പറഞ്ഞു ഋഷീണാം മസ്തകാനീഹി ഋഷികളുടെ ശിരസ്സുകൾ തന്നെയാണ് ഈ കാണപ്പെടുന്ന തലയോടുകളൊക്കെ ആരുടെ ഇങ്ങനെ ഉണ്ടാവാൻ ഇങ്ങനെ അനവധി തലയോടുകൾ ഇവിടെ നിറച്ച് കിടക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ മുനികൾ രാമനോട് എന്താ പറഞ്ഞ് ഹേ രാമ ഈ മസ്തകങ്ങൾ എന്താ ഈ തലയോടുകൾ മുഴുവൻ മഹർഷിമാരുടെയാണ് യാതൊരു സംശയവും വേണ്ട ഇവിടെ മഹർഷിമാരല്ലാണ്ട് ആരും താമസിക്കണില്ല പിന്നെ രാക്ഷസന്മാരേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന തലയോടുകൾ മുഴുവൻ മഹർഷിമാരുടെയാണ് രാമ ഒരു സംശയവും വേണ്ട അസ്ഥീനി കേശാമേതാനി കിമർത്ഥം പതിതാനി വൈ ഈ അസ്ഥികളൊക്കെ ആരുടെയാന്നാണ് എങ്ങനെയാണെന്നും ചോദിച്ചു അങ്ങനെ വന്നെന്ന് തമൂജുർമുനയോ രാമ ഹൃഷീണം മസ്തകാനിഹി പിന്നെയോ 21 രാക്ഷസൈർഭക്ഷിതാനീശ പ്രമത്താനം സമാധിതഃ അന്തരായം മുനീനാം തേ പശ്യന്തോനുചരന്തി സമാധിതഃ പ്രമത്താനാം സമാധി കൊണ്ട് അതായത് സമാധിയിലിരിക്കണ മുനിമാരുടെ ശിരാംസി രാക്ഷസൈഹി ഭക്ഷിതാനി ശിരസ്സുകൾ രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെട്ട മുനിമാരുടേതാണ് ഈ കാണുന്ന ശിരസ് മുഴുവൻ തലയോടുകൾ മുഴുവൻ രാക്ഷസന്മാരാൽ ഭക്ഷിക്കപ്പെട്ട മുനിമാരുടെയാണ് ഈശ ഹേ ഈശ്വര മുനീന അന്തരായ മുനികളുടെ ഈ അന്തരായത്തെ പശ്യന്താത്തെ അനുചരന്തീഹി കാണുന്ന അവർ അനുചരിക്കുന്നു എന്താ അറിയോ ഹേ ഈശ്വര സമാധി നിമിത്തം അതായത് സമാധിയിലിരിക്കുകയാണ് ഈ മുനിമാരെ അപ്പം രാക്ഷസന്മാർ വരുന്നോ ഒന്നും കാണാനോ കാണുമ്പോൾ അവിടുന്ന് ഓടി രക്ഷപ്പെടാനോ ഒന്നും പറ്റില്ല അവർക്ക് അവർ സമാധിയിലിരിക്കുന്ന സമയത്ത് രാക്ഷസന്മാർ വരണമെന്നും കാണില്ല അപ്പം രാക്ഷസന്മാർ വന്ന് അവരെ ഇങ്ങോട്ട് കൊന്ന് ആ സമാധിയിലിരിക്കുന്ന മുനിമാരെ കൊന്ന് ഈ എല്ല് വലിച്ചെറിയും അതാ ആ അസ്ഥികൂടങ്ങളാണ് ഇപ്പം അങ്ങ് കണ്ടത് തലയും ഒക്കെ തലയോടുകളൊക്കെ മുനിമാരെ സമാധിയിൽ ബാഹ്യലോകം മറന്നിരിക്കുന്ന തക്കം നോക്കിയിട്ട് അവരെ കൊല്ലുന്നതാണല്ലോ രാക്ഷസന്മാരുടെ സ്വഭാവം എന്ന് പറയുകയാണ് അതായത് മുനിമാർ സമാധിയിലിരിക്കുമ്പോൾ എളുപ്പമല്ലേ തിരിച്ചൊന്നും ചെയ്യില്ലല്ലോ ഇപ്പം നേരിട്ട് ഒരാളെ വന്നിട്ട് കൊല്ലാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് ഉറങ്ങണ പോലെ ബാഹ്യലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ സമാധിയിലിരിക്കുന്ന മുനിമാർ തിരിച്ചെതിർക്കില്ലല്ലോ അപ്പം രാക്ഷസന്മാരുടെ ഒരു സ്വഭാവം തന്നെ അതാണ് എന്ത് ധാരാളം മുനിമാർ സമാധിയിലിരിക്കും അവർക്ക് വിശന്നാൽ പോവുക എവിടെയെങ്കിലും ഒരു മുനി സമാധിയിലിരിക്കുന്നുണ്ടോ നോക്കുക ഒരു വിഷമവും ഇല്ല കൊല്ലുക മാംസം ഭക്ഷിക്കുക എല്ലാം അവിടെ ഇടുക ഇതാണ് ഇപ്പം ഇതുവരെ നടന്നിരുന്ന അതാണ് ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു സമാധി കൊണ്ട് രാക്ഷസന്മാർ വരുന്നത് കാണില്ല അപ്പം അവർ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല അപ്പം അവരെ ഭക്ഷിച്ച അസ്ഥികൂടങ്ങൾ എറിയണം അവർ ബാഹ്യലോകം മറന്നിരിക്കണം പിന്നെ തക്കം നോക്കിയിട്ടാണ് ഇവർ വന്ന് ഇത് ചെയ്യണത് രാക്ഷസന്മാർ എന്ന് പറഞ്ഞു രാക്ഷസേർ ഭക്ഷിതാൻ ഈശ പ്രമത്താനാം സമാധിത അന്തരായം മുനീനാം തേ പശ്യന്തോനുചരന്തിഹി ഇനിയോ നോക്കാം ഇതും കൂടി പറ്റുന്നതിന് ശ്രുത്വാ വാക്യം മുനീനാം സാ ഭയദൈന്യ സമന്വിതം പ്രതിജ്ഞാമകരോദ്രാമോ വധായാശേഷരക്ഷസം ഭയദൈന്യ സമന്വിതം ഭയത്തോടും ദീനഭാവത്തോടും കൂടിയ മുനീനാം വാക്യം ഈ മുനിമാരുടെ വാക്യത്തെ ശ്രുത്വ കേട്ടിട്ട് സഹരാമ ആ രാമൻ അശേഷരക്ഷസാം എല്ലാ രാക്ഷസന്മാരുടെയും വധത്തിനായിക്കൊണ്ട് പ്രതിജ്ഞാമകരോത് പ്രതിജ്ഞയെ ചെയ്തു രാമന് ശരിക്കും വിഷമായി ഇത് കേട്ടപ്പോൾ അത്ര ഭയത്തോടും ദൈന്യഭാവത്തോടും കൂടിയാണ് മുനിമാർ ഇത് പറഞ്ഞതേ അപ്പോൾ ദയാവത്സരനായ ഭക്തവത്സരനായിട്ടുള്ള ആ ശ്രീരാമൻ സകല രാക്ഷസന്മാരെ ഞാൻ വധിക്കാം എന്ന് ശപഥം ചെയ്തു അവരോട് ഉറപ്പ് പറഞ്ഞു ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട ഞാൻ സകല രാക്ഷസന്മാരെയും വധിച്ചോളാം
ശ്രുത്വാ വാക്യം മുനീനാം സാ ഭയദൈന്യസമന്വിതം പ്രതിജ്ഞാമകരോദ്രാമോ വധായ അശേഷരാക്ഷസം. അശേഷരാക്ഷസം വെച്ചാൽ എന്താ? എല്ലാ രാക്ഷസന്മാരെയും. 23 24. പൂജ്യമാന സദാ തത്ര മുനിഭിർവനവാസിഭി ജാനക്യാ സഹിതോ രാമോ ലക്ഷ്മണേന സമന്വിത ഉവാസ കതിചിത്തത്ര വർഷാണി രഘുനന്ദന ഏവം ക്രമേണ സമ്പശ്യൻ ഋഷീണാമാശ്രമാൻ വിഭു. വനവാസിഭിഹി മുനിഭിഹി, വനത്തിൽ വസിക്കുന്ന മുനികളാൽ സദാപൂജ്യമാന, എപ്പോഴും ആരാധിക്കപ്പെടുന്നവനും, ജാനക്യ സഹിത, ജാനകിയോട് കൂടിയവനും, ലക്ഷ്മണേന സമന്വിത, അതായത് ജാനകി ലക്ഷ്മണ സഹിതനായിട്ട്, രഘുനന്ദന, രഘുകുലത്തെ നന്ദിപ്പിക്കുന്നവനും, വിഭുവുമായ രാമൻ ഏവം ക്രമേണ, ഇപ്രകാരം ക്രമത്താൽ, ഋഷീണാം ആശ്രമാൻ പശ്യൻ, ഋഷികളുടെ ആശ്രമങ്ങളെ കണ്ടും കൊണ്ട്, കതിജിത് വർഷാണി തത്ര ഉവാസ, കുറേ വർഷങ്ങൾ അവിടെ വസിച്ചു. എന്താണ്? സീതാ ലക്ഷ്മണ സമേതനായി ശ്രീരാമൻ സർവത്തിനും സമർത്ഥൻ, അതാണല്ലോ വിഭു പറയണത്, എല്ലാറ്റിനും സമർത്ഥനായ ആ രാമൻ വനവാസികളായിട്ടുള്ള ഋഷികൾ ചെയ്യുന്ന ആരാധനയെ സ്വീകരിച്ചുകൊണ്ട് ക്രമേണ അവരുടെ ആശ്രമങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് കുറേ കാലം അവിടെ വസിച്ചു. അങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം ഇന്ന് കേട്ടോ. അതായത് ഞാൻ എല്ലാ രാക്ഷസന്മാരെയും കൊന്നോളാം, നിങ്ങൾക്ക് ഇനി ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പ്രോമിസ് ചെയ്തതിന് ശേഷം അവരാൽ പൂജിക്കപ്പെട്ടുകൊണ്ട് ആ കാട്ടിൽ കുറേ കാലം താമസിച്ചു എന്നാണ് അതിൽ പറഞ്ഞത് കേട്ടോ. പൂജ്യമാന സദാ തത്ര മുനിഭിർവനവാസിഭി ജാനക്യാ സഹിതോ രാമോ ലക്ഷ്മണേന സമന്വിത ഉവാസ കതിചിത്തത്ര വർഷാണി രഘുനന്ദന. കുറച്ച് വർഷങ്ങൾ അവിടെ താമസിച്ചു. 14 വർഷം ഉണ്ടല്ലോ ആകെ. ഏവം ക്രമേണ സമ്പശ്യൻ ഋഷീണാമാശ്രമാൻ വിഭു. അങ്ങനെ കുറേ വർഷങ്ങൾ താമസിച്ചപ്പോൾ ഓരോ ആശ്രമമായിട്ട് കണ്ടും കൊണ്ട് അവിടെ കുറേ വർഷങ്ങൾ വസിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.